എല്ലാവർക്കും നമസ്കാരം. ഒരു 45 ദിവസത്തെ ഗൾഫ്, അതായത് ഖത്തറിലെ ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഖത്തർ എയർപോർട്ടിൽ, അതായത് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. വലിയൊരു എയർപോർട്ടാണ്, ഒരുപാട് ഫ്ലൈറ്റുകൾ വന്നും പോകുന്ന, അതായത് ശരിക്കും ഒരു മിഡിൽ എയർപോർട്ട് എന്ന് പറയാം. കാരണം എല്ലാ യൂറോപ്യൻ രാജ്യം, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ കണക്റ്റ് ആവുന്ന, ഇവിടെ വന്നിട്ട് കയറി പോകുന്നൊരു ഫ്ലൈറ്റാണ്, എയർപോർട്ടാണത്. അതുകൊണ്ട് അത്രയും സമയങ്ങൾ, അത്രയും ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. വൈകുന്നേരമുള്ള ഒരു കാഴ്ചകളാണിത് കാണുന്നത്. ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണിത് കാണുന്നത്. ഏറ്റവും വലിയ രസം എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യം, ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം പോകുന്നത് പുറകോട്ടാവും. മാത്രമല്ല അതിനൊരു ശബ്ദമുണ്ട് വരെ, എനിക്ക് പട്ടി വരയ്ക്കുന്നു വരെ, ഇപ്പോൾ കേൾക്കാം. എല്ലാ ഫ്ലൈറ്റിൻ്റെയും ഒരു ശബ്ദം എങ്ങനെയാണ്, അതെന്താ നമുക്കറിയുന്നില്ല. പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ആദ്യം അത് പുറകോട്ട് പോയിട്ടാണ് പിന്നെ പോകുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം, കാരണം കുതിക്കാനുള്ള പുറകോട്ട് പോക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായിരിക്കാം. എന്തായാലും എടുക്കാനുള്ള തയ്യാറെടുപ്പായിട്ടുണ്ട്. കുതിച്ച് പൊന്തണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ബാക്കിലേക്ക് പോകണമല്ലോ, അതായിരിക്കും അല്ലേ. ഒരുപാട് അനുഭവങ്ങൾ പഴയ കൂട്ടുകാരെല്ലാവരും കൂടി തന്നു. അവരൊപ്പം 45 ദിവസം കൂട്ടുകാരും വീട്ടിലായിട്ട് ആസ്വദിച്ചു. ശരിക്കും തൽക്കാലം വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ്. അവരോടൊക്കെ പറഞ്ഞിരിക്കുക വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരാമെന്നുള്ള കണ്ടീഷനിലാണ്. പ്രവാസ ജീവിതത്തിലാണ് സുഹൃബന്ധങ്ങൾക്ക് വില എന്താണെന്ന് അറിയുന്നത്. അത് ഇന്നും അതുപോലെ സൂക്ഷിക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഖത്തറിൽ. ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലോ സ്വന്തം നാട്ടിലോ എത്തിയൊരു പ്രതീതിയാണ് സാധാരണ ഉള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ടേക്ക് ഓഫിനുള്ള പരിപാടിയാണ് ഫ്ലൈറ്റ്. അങ്ങനെ അത്യാവശ്യം സ്പീഡ് കൂടി വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും സീറ്റൊക്കെ വിളിട്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സീറ്റിൽ നിന്ന് എടുക്കുന്നൊരു വീഡിയോ ആണത്. അത്രമാത്രമേ കിട്ടുന്നുള്ളൂ. എല്ലാവരും അതാ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്.